പറഞ്ഞതിന്റെ ചുരുക്കം എത്രയേ ഉള്ളൂ. ജബ്ബാർ മാഷ് ഇത്രയും നടത്തിയ ഖുർആൻ ക്ലാസിന്റെ ആധികാരികത വെള്ളത്തിലായി, അത്രേ ഉള്ളൂ. എല്ലാം ഒറ്റ അടിക്ക് വെള്ളത്തിൽ പൊക്കി കളഞ്ഞ അയ്യൂബ് മൗലവി. അതായത് ഒരു അറബി അറിയാത്ത ആള്, എനിക്ക് സംസ്കൃതം അറിയത്തില്ല, ഞാൻ പോയി വേദങ്ങളെ അത് വെച്ചിട്ട് ഞാൻ വേദങ്ങൾ ഞാൻ അനലൈസ് ചെയ്യാണ് എന്ന് പറഞ്ഞാൽ ആരും കേൾക്കും. വേദത്തിന്റെ ട്രാൻസ്ലേഷൻ എടുത്ത് വെച്ചിട്ട് ഇതിനകത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത് വേറെ. വേദത്തെ വിമർശിക്കുക അല്ലെങ്കിൽ വേദത്തിനെ കുറിച്ച് ക്ലാസ് എടുക്കുക എന്ന് പറഞ്ഞാൽ അത് വേറെയാണത്. അപ്പം അങ്ങനെ ഒരു സംഭവം അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് അയ്യൂബ് മൗലവി ഹൈലൈറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഇയാള് ഇത് മൊത്തത്തിൽ കാറ്റുവരിവിട്ട ബലൂൺ പോലെയായി. ഖുർആൻ ക്ലാസ് ഇത്രയും ചെയ്തെല്ലാം വേസ്റ്റ് ആയിപ്പോയി. അപ്പൊ അതിന്റെ ത്തിലാണ് ഇദ്ദേഹം ഈ അടുത്തിടയ്ക്ക് ചെയ്ത ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ വൃത്തികെട്ട രീതിയിലുള്ള കമ്പനിയിൽ ഇട്ടിട്ട് വൃത്തികെട്ട പോസ്റ്ററുകൾ ഉണ്ടാക്കിയിട്ട് അങ്ങനെയുള്ള വിമർശനങ്ങളാണ് ഇപ്പൊ എടുത്തേക്കുന്നത്. അതെനിക്ക് തോന്നുന്നത് ഇത് ഇത്രയും മാനസിക വിഷമം ഉണ്ടാക്കി വെച്ചതുകൊണ്ടായിരിക്കും. അപ്പൊ ഈ ടൈറ്റിലിനെ കുറിച്ചൊന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇപ്പൊ ഈ പറയാൻ പോകുന്ന ഷമീർ പറഞ്ഞ 209 ആ എപ്പിസോഡില് അദ്ദേഹത്തിന്റെ ടൈറ്റിൽ തന്നെ വളരെ വൾഗറായിട്ടാണ് ഇട്ടേക്കുന്നത്. അതായത് ഇത് കൊച്ചുകുട്ടികൾ കാണരുത്, മുതിർന്നവർ മാത്രമേ കേൾക്കാവൂ, ഇത് സെക്സ് പറയുന്നതാണ് എന്നുള്ള രീതിയിൽ വളരെ മോശമായിട്ടുള്ള ഒരു ടൈറ്റിൽ ഇട്ടിട്ടാണ്, ഒരു തമ്പനയിൽ ഇട്ടിട്ടാണ് പുള്ളി തുടങ്ങുന്നത് തന്നെ. എനിക്ക് ഈ കേൾക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത്, അദ്ദേഹം പറയുന്നില്ല, നമ്മളല്ല, അദ്ദേഹം പറയുന്ന ആയത്ത് അദ്ദേഹം തന്നെ ഓതും, അദ്ദേഹം തന്നെയാണ് അതിന്റെ വിശദീകരണം വായിക്കുന്നത്. എല്ലാം നിങ്ങൾ തന്നെ കേട്ടിട്ട് അവിടെ അശ്ലീലം എവിടാണെന്ന് നിങ്ങൾ പറയണം. ഖുറാനിലാണോ അശ്ലീലം, അതോ അവരുമായി ബന്ധപ്പെടാമെന്ന് പറയുന്നുണ്ട്. ഇനി എന്താണ് അള്ളാഹുവിൻ്റെ ഈ കാര്യത്തിലുള്ള നിർദ്ദേശം എന്നാണ് അടുത്ത വാക്യത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഖുർആനിലെ 223 വാക്യം. ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടതും ഒരുപാട് പരിഹസിക്കപ്പെട്ടതും ഒരുപാട് അശ്ലീലങ്ങൾ കലർന്നതുമായിട്ടുള്ള ഒരു വാക്യമാണ് ഈ 223. അത് വായിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, ലോകാവസാനം വരേക്കുള്ള ഒരു കിതാബിൽ സ്ത്രീ പുരുഷ ബന്ധത്തെക്കുറിച്ച് ഇത്രയും വൃത്തികെട്ട, ഇത്രയും വൾഗറായിട്ടുള്ള ഒരാശയം ഒരു ദൈവം വെളിപാടായിട്ട് ഇറക്കി എന്ന് പറഞ്ഞാൽ ദൈവത്തിന് തന്നെ മാനക്കേടാണത്. സ്ത്രീകളെ പുരുഷന് യഥേഷ്ടം പോയി കൃഷി നടത്താനുള്ള ഒരു ഉപകരണം മാത്രമായിട്ട് ഒരു കൃഷിസ്ഥലം പറഞ്ഞു വന്നത്. ജബ്ബാർ മാഷ് ഒരു ആയത്തിനെ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ ഇടയ്ക്ക് വാക്കുകൾ ചേർത്തിട്ട് അത് അശ്ലീലമാക്കി മാറ്റുന്നതും അർത്ഥം മാറ്റി പറയുന്നതും എങ്ങനെയാണെന്നുള്ളൊരു സാമ്പിൾ വീഡിയോ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം. അപ്പം അത് പറഞ്ഞു വന്നപ്പോഴാണ് അദ്ദേഹത്തിന്റെ 209 ഖുർആൻ വിമർശനം എടുത്തു വെച്ചിട്ട് സ്ത്രീകൾ കൃഷിയിടം എന്ന് പറയുന്ന ആയത്തിനെ അദ്ദേഹം എങ്ങനെയെല്ലാം അത് വക്രീകരിച്ച് പറയുന്നുണ്ട്, സെക്സ് രൂപത്തിലാക്കി പറയുന്നുണ്ട്. അതാണ് ഞാൻ പറയാൻ വന്നത്. അതിനകത്ത് സെക്സ് ഇല്ലാത്തൊരായത്തിനെ ഒരു സ്ത്രീ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ഒരു ബന്ധത്തിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു ആയത്ത് ഖുർആൻ വളരെ മാന്യമായിട്ട് സംസാരിക്കുന്നു. ഒരു അശ്ലീല ചൊവ്വയില്ലാതെ വാക്കുകൾ പെറുക്കിയെടുത്ത് സമീപിക്കുക എന്നുള്ള രീതിയിൽ വളരെ മാന്യമായിട്ട് സംസാരിച്ച ഒരു ആയത്തിനെ കൊണ്ടുവന്ന് വക്രീകരിച്ച് അതിനകത്ത് മോശമായ വാക്കുകൾ കുത്തിക്കയറ്റി സെക്സ് പറയുന്നു എന്നുള്ള രീതിയിൽ ജബ്ബാർ മാഷ് അത് വക്രീകരിച്ച് പറയുന്നു. അപ്പം ജബ്ബാർ മാഷിന്റെ ഇത് ആ വീഡിയോയിൽ തന്നെ എന്താണ് ഇത്, നിങ്ങൾ ഇത് പ്രായപൂർത്തിയായാലും മാത്രം കാണുക. ഖുർആൻ വായിക്കുമ്പോൾ പ്രായപൂർത്തി ഒന്നുമില്ല, ക്ലിയർ ആയിട്ടാണ് അതിനകത്ത് ആർക്കും വായിക്കാവുന്ന രീതിയിലാണ് ഖുർആന്റെ ആയത്തുള്ളത്. ജബ്ബാർ മാഷ് അതിനെ വക്രീകരിച്ച് പറയുമ്പോഴാണ് പ്രായപൂർത്തിയായവർ കേൾക്കേണ്ട ഒരു ഗതികേട് വരുന്നത്. അതിൽ സെക്സ് എന്നും പറഞ്ഞ് ഇതിനകത്തിട്ട് ടൈറ്റിൽ ഇട്ടിട്ട് ഇദ്ദേഹത്തിന് മുമ്പും ചെയ്തിട്ടുണ്ട്. അതായത് ഒരു അടിമ സ്ത്രീയുടെ വസ്ത്രം എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീയെ, നഗ്നയായ സ്ത്രീയെ ഇവിടെ ഫോട്ടോ ഇട്ടിട്ട്, ഫോട്ടോയോ അല്ലെങ്കിൽ അതിന്റെ ഒരു ആനിമേഷൻ പോലത്തെ ടൈറ്റിൽ കാർഡ് ഇട്ട് തമ്മിലിട്ട് ഇറക്കിയ ആളാണ്. അപ്പൊ ഇവര് സ്ത്രീകൾക്ക് എന്താണ് വില കൊടുക്കുന്നത്? സ്ത്രീകളെ ഒരു എന്താണ് വളരെ മോശമായിട്ടും ഒരു സംഭവ വസ്തു മാത്രമായിട്ട്, ഒരു വസ്തുവായിട്ട് കാണുന്നത് ഈ ഇവരാണ്, നിരീശ്വരവാദികളാണ്. അവരുടെ നിങ്ങൾ തമ്മനയിൽ കണ്ടാൽ അറിയാൻ പറ്റും. ഇപ്പൊ നമ്മൾ തന്നെ നിങ്ങളെ സ്ത്രീയെ കുറിച്ച് പറഞ്ഞ വിമർശിക്കുന്ന ഒരു വീഡിയോയ്ക്ക് ഞങ്ങൾ ആരെങ്കിലും സ്ത്രീയുടെ നഗ്ന ഫോട്ടോ ഇട്ട് ഞങ്ങൾ ഇടുവോ? ടൈറ്റിൽ തമ്മനയിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമോ? ഞങ്ങൾ ഒരിക്കലും ഒരു മുസ്ലിമും ചെയ്യത്തില്ല. അപ്പൊ വ്യത്യാസം നിങ്ങളും വിശ്വാസികളും തമ്മിൽ, മുസ്ലിങ്ങളും തമ്മിൽ വ്യത്യാസം അതാണ് ധാർമ്മികത. ഇത് തന്നെ വലിയൊരു എക്സാമ്പിൾ ആണ്. ഉദാഹരണങ്ങൾ പലതും എടുക്കാൻ പറ്റും. നിങ്ങൾ വെറുതെ ധാർമ്മികത, ഇസ്ലാമിന്റെ ധാർമ്മികത സ്ത്രീ ഒരു വിലയില്ലാതെ എന്ന് വെറുതെ നിങ്ങൾ ഉണ്ടാക്കി പറയുന്നതല്ല. അത് ആക്ച്വലി നിങ്ങൾക്കാണ് സ്ത്രീകൾക്ക് വിലയില്ലാതെ, നിങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീയുടെ നഗ്ന ഫോട്ടോ ഒരു കച്ചവട വസ്തുവാക്കി മാത്രം നിങ്ങൾ കാണുന്നത്, സ്ത്രീകളെ കാണുന്നത് നിങ്ങൾ യുക്തിവാദികളാണ്. നിങ്ങൾക്ക് യൂട്യൂബിൽ 4 വ്യൂ കൂടുതൽ കിട്ടാനായിട്ട് ആ സ്ത്രീയുടെ നഗ്നമായ വേഷം ധരിച്ച ഒരു സ്ത്രീയുടെ ഫോട്ടോ ഇട്ടിട്ടാണ് നിങ്ങൾ യൂട്യൂബ് ഇറക്കിയിട്ട്, ജബ്ബാർ മാഷ് ഉൾപ്പെടെ. അപ്പൊ അധാർമികന്മാരും
സ്ത്രീകളെ ഒരു വിലയും കൽപ്പിക്കാത്ത പാട്രിയാർക്കിയുടെ ആൾക്കാർ നിങ്ങളാണ്, ഇസ്ലാം അല്ല. അത് നമ്മൾ ഇസ്ലാമിലെ സ്ത്രീ എന്ന് എടുക്കുമ്പോൾ മനസ്സിലാവും എത്രത്തോളം ഇസ്ലാം സ്ത്രീകളെ എത്രത്തോളം എന്ത് ലെവലിലാണ് അവർ വെച്ചേക്കുന്നത് എന്നുള്ളത്. നിങ്ങൾ കോട്ടിമാട്ടി പറയും. ഇപ്പൊ ഈ പറഞ്ഞ പോലെ സ്ത്രീ കൃഷിയിടം എന്നുള്ളതിനകത്ത് നിങ്ങൾ കോട്ടിമാട്ടി ഇല്ലാത്തത് പറഞ്ഞ് ഇസ്ലാമിനെ താഴ്ത്തി കാണിക്കാൻ നോക്കുന്നില്ല. അത് സത്യം എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വളരെ അർഹമായ വളരെ മേലെയുള്ള ഒരു സ്ഥാനമാണ് ഇസ്ലാം സ്ത്രീക്ക് കൊടുത്തിരിക്കുന്നത്. അതായിരുന്നു നമ്മൾ പഴയ വീഡിയോ പറഞ്ഞത്. ഒരു 3 മിനിറ്റ് കട്ടായി പോയി. അത് ജസ്റ്റ് ഓവർലാപ്പ് ആക്കാനായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അല്ല 223 വാക്യം ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടതും ഒരുപാട് പരിഹസിക്കപ്പെട്ടതും ഒരുപാട് അശ്ലീലങ്ങൾ കലർന്നതുമായിട്ടുള്ള ഒരു വാക്യമാണ് ഈ 223. അത് വായിക്കാം. അതിൻ്റെ സന്ദർഭവും അതിൻ്റെ വിശദാംശങ്ങളും ചർച്ച ചെയ്യാം. നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാകുന്നു. അതിനാൽ നിങ്ങൾ ഇച്ഛിക്കും വിധം നിങ്ങൾക്ക് നിങ്ങളുടെ കൃഷിയിടത്തിൽ ചെല്ലാവുന്നതാണ്. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടത് നിങ്ങൾ മുൻകൂട്ടി ചെയ്തു വെക്കേണ്ടതുമാണ്. നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയും അവനുമായി നിങ്ങൾ കണ്ടുമുട്ടേണ്ടതുണ്ട് എന്ന് അറിഞ്ഞിരിക്കുകയും ചെയ്യുക. സത്യവിശ്വാസികൾക്ക് നീ സന്തോഷ വാർത്ത. കൃഷി നടത്താനുള്ള ഒരു ഉപകരണം മാത്രമായിട്ട്, ഒരു കൃഷിസ്ഥലം മാത്രമായിട്ട് കാണുകയും സ്വന്തം ശരീരത്തിലും സ്വന്തം ലൈംഗികതയിലും ഒരു സ്വയം നിർണയ അവകാശവും ഒരു ചോയ്സും ഇല്ലാത്ത, ഒരു ജീവൻ പോലും ഇല്ലാത്ത വസ്തുവായി മാത്രം സ്ത്രീയെ കണക്കാക്കുകയും ചെയ്യുന്നു എന്നതാണ് ഇതിനകത്തുള്ള ഏറ്റവും പ്രാകൃതമായിട്ടുള്ള കാര്യം. ജബ്ബാർ മാഷിനെ ശ്രദ്ധിക്കണം. ഒരുപാട് അവഹേളിക്കപ്പെട്ടതും അശ്ലീലമുള്ളതും എന്ന് പറഞ്ഞിട്ട് ആ ഖുർആൻ ആയത്ത് വായിക്കുന്നുണ്ട്. ഞാൻ കേൾവിക്കാരോട്, ഇപ്പൊ കേൾക്കുന്നവരും ശരി പിന്നെ കേൾക്കുന്നവരും ചോദിക്കുന്നത്, ഇവിടെ ആ വായത്ത് അദ്ദേഹം തന്നെ വായിക്കുന്നുണ്ട്. അതിനകത്ത് എവിടെയാണ് അശ്ലീലം ഉള്ളത്? സ്ത്രീകൾ അതൊന്ന് വായിച്ച ഷമീർ, ആ വായത്ത്. സൂറത്ത് ബഖറ 223 ആയത്ത്. നിസാഉക്കും അർസുല്ലക്കും എന്ന് തുടങ്ങുന്ന ആയത്താണ്. നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ കൃഷിയിടമാകുന്നു. അതിനാൽ നിങ്ങൾ ഇച്ഛിക്കും വിധം നിങ്ങൾക്ക് നിങ്ങളുടെ കൃഷിയിടത്തിൽ ചെല്ലാവുന്നതാണ്. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ മുൻകൂട്ടി ചെയ്തു വെക്കേണ്ടതുമാണ്. നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയും അവനുമായി നിങ്ങൾ കണ്ടുമുട്ടേണ്ടതുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുകയും ചെയ്യുക. സത്യവിശ്വാസികൾക്ക് നീ സന്തോഷ വാർത്ത അറിയിക്കുക. ഇതാണ് ഈ ആയത്ത്. ഇതിലെവിടെയാണ് അശ്ലീലം? ഇയാളൊന്ന് കാണിച്ചു തരട്ടെ. ഇതിനകത്ത് അശ്ലീലം ഉള്ള വാക്ക് ഏതാണ്? ഫുൾ അശ്ലീലമാണെന്ന് പറഞ്ഞത് ഇതിനകത്ത് അശ്ലീലം ഏതാണ്? ഇപ്പൊ ഞാൻ പറയുന്നത്, ഒരു ഡോക്ടറിനെ നമ്മൾ പോയി കാണും, ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷനാവ് കണ്ടിട്ട് നമുക്ക് ഇന്ന സ്ഥലത്ത്, നമ്മുടെ സ്ഥലത്ത് എനിക്ക് അസുഖങ്ങളുണ്ട്, അപ്പൊ നിങ്ങൾ ഇവിടെ ഇന്ന മരുന്ന് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അശ്ലീലമാണോ? അത് ഒരു എന്തിനെ കുറിച്ച് പറയുന്നു അത് പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അത് പറയുന്നത് എന്നുള്ളത്. ഒരു സംശയം, ഒരു ചോദ്യം, ഒരു അന്ധവിശ്വാസം, അതിനെ കുറിച്ച് വന്നൊരു ചോദ്യത്തിന് ഉള്ള മറുപടിയാണ് അത്. ഈ മറുപടിക്കകത്ത് എത്ര ഇൻഫർമേഷൻ പാക്ക് ചെയ്താണ് തന്നേക്കുന്നുള്ളത്. പിന്നീട് എന്തുകൊണ്ടാണ് കൃഷിയിടം എന്ന് പറഞ്ഞത്, നിങ്ങളെന്ന് 2 വട്ടം വരും. അതെന്തുകൊണ്ടാണ് പറഞ്ഞത്, അതിന്റെ ആ ഭംഗിയെല്ലാം നമ്മൾ അവസാനം വിശദീകരിക്കും. ഇപ്പൊ പറഞ്ഞാൽ അതിന്റെ മനസ്സിലാകത്തില്ല. ഇപ്പം ജബ്ബാർ മാഷ് കാണിക്കുന്ന ഈ പോക്രിത്തരങ്ങൾ, അതിനകത്ത് കുത്തിക്കയറ്റുന്ന അർത്ഥങ്ങൾ, അതാണ് നമുക്ക് അറിയേണ്ടത്. ഇപ്പം ഇന്നത്തെ അശ്ലീലം എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. ആദ്യത്തെ കള്ളം നോക്കിക്കോ, അശ്ലീലം. അതിനാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന വിധം നിങ്ങളുടെ കൃഷിയിടത്തിൽ ചെല്ലാവുന്നതാണ്. അതാണ്, ഇത്രയേ ഉള്ളൂ. ഇത് പറയുന്നത് ഇതേ ഉള്ളൂ. ഇതിനകത്ത് അതായത് ഇത് ഭാര്യ ഭർത്തൃ ബന്ധത്തെ കുറിച്ച് പറയുന്ന ഒരായത്ത്. അതിനകത്ത് വന്ന ഒരു ചോദ്യം, അതിന് മറുപടിയായിട്ട് വന്നതാണ്. അത് എന്താണെന്നൊക്കെ പിന്നെ നോക്കാം. അതിൽ വേണമെങ്കിൽ കുറച്ച് എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഗുഹ്യഭാവങ്ങളുടെ പേര് പറഞ്ഞോ, അല്ലെങ്കിൽ നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ എന്നൊക്കെ പറയാവുന്ന ഒരു സ്ഥലത്ത് തന്നെയാണ്. അതാരും മോശമാണെന്നും അത് അശ്ലീലമാണെന്നും ആയിരിക്കും പറയത്തില്ല. ഒരു കാര്യം തന്നെ അശ്ലീലമാവുന്നതും ആവാത്തതുണ്ട്. ഒരു ഗുഹ്യഭാവത്തെ കുറിച്ച് ഒരു ഡോക്ടർ സംസാരിക്കുന്നു, ഇന്ന സ്ഥലത്ത് നിങ്ങൾക്ക് റിപ്പീറ്റ് കേൾക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് റീപ്ലേ കേൾക്കാം, സൗണ്ട് കേൾക്കാം. അപ്പം ഒരു ഡോക്ടർ പറയുന്നു, ഇന്ന സ്ഥലത്ത് നിങ്ങൾ എനിക്ക് ഇന്ന അസുഖങ്ങളുണ്ട്, അപ്പൊ നിങ്ങളിത് ഈ കുഴമ്പ് വരട്ടുക, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ നിങ്ങളത് അതിന്റെ ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അശ്ലീലം ആരെങ്കിലും പറയുമോ? അത് ആ രീതിയിലല്ല ഖുർആൻ ഇവിടെ സംസാരിച്ചേക്കുന്നത്. അശ്ലീലമാവുന്ന എപ്പോഴാ? കാമച്ചൊവ്വയോടെ പറയുമ്പോഴാണ്. ഇപ്പൊ ബൈബിളിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്ത്രീകളെ വർണ്ണിച്ചിരിക്കുന്നത്, സ്ത്രീകളുമായിട്ടുള്ള ബന്ധങ്ങളെ കുറിച്ച് അതിനകത്ത് വളരെ വൾഗറായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർ പറയുന്നത് ഇത് 2 പട്ടണങ്ങൾ തമ്മിലുള്ള കാവ്യാത്മകതയോടുകൂടി 2 പട്ടണങ്ങൾ തമ്മിൽ
ഉള്ള അല്ലെങ്കിൽ ബന്ധങ്ങൾ തമ്മിൽ പറയാമെന്ന്. ഞാൻ പറയുന്ന ഒരു പട്ടണത്തിന് തമ്മിലുള്ള ബന്ധം പറയുന്നതിന് ഇത്രയും വൾഗറായിട്ട് പരിശുദ്ധാത്മാവ് എഴുതിയെന്നാണ് അവർ പറയുന്നത്. അപ്പം ആ പരിശുദ്ധാത്മാവിന്റെ തലയിൽ എത്രത്തോളം വൾഗാരിറ്റി കാണും? ഒരു ബന്ധമില്ലാത്ത രണ്ട് പട്ടണങ്ങൾ തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ അവർ തമ്മിലുള്ള എന്തോ ഒരു കാര്യം പറയുന്നതിന് വൾഗറായിട്ട് സ്ത്രീയുടെ അവയവങ്ങൾ വെച്ചിട്ട് വൾഗറായിട്ട് ചിത്രീകരിക്കുന്ന ഒരു പുസ്തകം അവിടെ ഉണ്ട്. അതേസമയം ഇവിടെ വേണമെങ്കിൽ ആ സ്ത്രീകളുടെ അവയവങ്ങളെ എക്സ്പ്രസ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു സന്ദർഭം, ഒരു ചോദ്യത്തിന് അല്ലെങ്കിൽ ഒരു സംശയത്തിനുള്ള മറുപടി പറയുമ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് പോലും അത് പറയാതെ നിങ്ങൾ ഭാര്യയിലേക്ക് പോവുക, നിങ്ങൾ സമീപിക്കുക എന്ന് വളരെ മാന്യമായിട്ട് പറഞ്ഞ ഒരു ആയത്തിനെ സെക്സ് എന്നും പറഞ്ഞ് ഒരു ടൈറ്റിൽ കാർഡ് ഇട്ട് ഒരു തംബ്നെയിലിട്ട് ഇറക്കണമെങ്കിൽ ഇയാൾ എത്രത്തോളം സെക്സിന്റെ ആളായിരിക്കണം? ജബ്ബാർ മാഷ് സെക്സ് മാഷ് എന്ന് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇടായിരുന്നു, ഇട്ട് ടൈറ്റിൽ ഇറക്കായിരുന്നു. ഞങ്ങൾ ചെയ്തില്ല. അത് ഞങ്ങളുടെ ധാർമ്മികത അതിനെതിരാണ്. നിങ്ങളാണ് സ്ത്രീകളെയും ഇവരെല്ലാം മോശമാക്കുന്നത്. ഇത് കള്ളം നമ്പർ 1. ഈ 4 ലൈനുള്ള ആയത്തിനകത്ത് അല്ലെ എത്രത്തോളം കള്ളം ചേർക്കുന്നു എന്നുള്ളത് നോക്കിക്കും. അശ്ലീലം ഇല്ലാത്തതിനെ അശ്ലീലമാക്കി പറഞ്ഞ് അത് ടൈറ്റിലാക്കി ഇത് വലിയ ആൾക്കാർ മാത്രം കേൾക്കാന്ന് ഉള്ള രീതിയിലാക്കി ഖുർആനെ വളരെ തെറ്റിദ്ധരിപ്പിച്ച് ചെയ്തു. അതാണ് ആദ്യമേ അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ അദ്ദേഹം വായിച്ചതേ ഉള്ളൂ. എവിടെ ആയത്ത് വായിച്ചു, അത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വായിച്ചു. ഇത് അശ്ലീലം എവിടാന്ന് ആര് വേണമെങ്കിലും കമന്റ് ചെയ്യാം. നിങ്ങൾ പിന്നീടും ഇതിനകത്ത് കാണിക്കാം. ഒരു സ്ഥലത്തും ഒരു അശ്ലീല വാക്ക് പോലും ഇല്ല. പക്ഷെ അവിടെ അഥവാ ചില വാക്കുകൾ സ്ത്രീകൾ സംബന്ധമായിട്ട് അല്ലെങ്കിൽ പുരുഷ സംബന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞാലും അത് ഒരു സംശയത്തിന് മറുപടിയായിട്ട് വന്നാണെന്ന് അദ്ദേഹം തന്നെ അത് പറയും. അങ്ങനെ ആ സ്ഥലത്ത് ആ വിവാഹങ്ങളെ കുറിച്ച് പറഞ്ഞാലും തെറ്റില്ല, ഒരു സംശയം തീർക്കുന്നതാണ്. പക്ഷെ അവിടെ പോലും വളരെ മറച്ചും മാന്യമായിട്ടും സഭ്യമായിട്ടും ഏത് സഭയിലും ഏത് കുട്ടികളുടെ മുമ്പിലും പറയാവുന്ന രീതിയിൽ അതാക്കി ഖുർആൻ അവതരിപ്പിച്ചപ്പോ അത് അശ്ലീലമാണെന്ന് പറയുന്ന ജബ്ബാർ മാഷ് എത്രത്തോളം അശ്ലീലത്തെ ഈ ചുംബന സമരം നടത്തുന്ന ആളാണ്. ചുംബന സമരം നടത്തുന്ന ആളാണ് ഇതിന് അശ്ലീലം എന്ന് പറയുന്നത് കേൾക്കുക. അപ്പൊ എത്രത്തോളം കാപട്യാണ് ആ മനസ്സിൽ ഉള്ളിൽ കിടക്കുന്നത്. വെറും ഇസ്ലാമിനെ കുറിച്ച് വെറുപ്പ് അല്ലെങ്കിൽ വേറെ എന്തോ ഒരു ഇത് ഉള്ളത് കൊണ്ട് മാത്രം ചെയ്യുന്ന ഒരു ഇതാണെന്നും മനസ്സിലാക്കുക. അശ്ലീലം എന്ന് മാത്രമുള്ള വാക്കുകൾ എടുത്തിട്ടാണ് ഞാൻ പറഞ്ഞത്. അടുത്തത് അതിന്റെ ഇത് പ്ലേ ചെയ്യും. അതിന്റെ ബാക്കി ജബ്ബാർ മാഷിന്റെ വായിക്കും. വിശദീകരണം. ഖുർആനിൽ സ്ത്രീ എന്ന് പറയുന്നത് പുരുഷന് യഥേഷ്ടം പോയി കൃഷി നടത്താവുന്ന ഒരു കൃഷിയിടം മാത്രമാണ്. കൃഷിയിടമാക്കി കൃഷിയിടമാക്കി താഴ്ത്തി കെട്ടാൻ എന്താ ഉണ്ട് ഇതിനകത്ത്? ഒരു നമ്മൾക്ക് ഒരു ഉപമ പറയുമ്പോൾ ഇപ്പം ഷമീർ പുലിയെ പോലാണെന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താണ്? പുലിയെ പോലെ വാലും 2 കൂർത്ത പല്ലും എന്നുള്ളതാണോ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ആരെങ്കിലും ഇഷ്ടംപോലെ ഉപമകൾ പറയുന്നുണ്ടല്ലോ. കൃഷിയിടം എന്ന് പറയുമ്പോൾ ഉപമിച്ച് പറഞ്ഞിരിക്കുകയാണ്. അപ്പം ഇതിനകത്ത് അവിടെയും കോമൺ ആയിട്ടുള്ള എന്തെങ്കിലും കാണും. ഇപ്പൊ പുലിയെ പോലാണ് ഷമീർ എന്ന് പറഞ്ഞാൽ ആ ശൗര്യം അല്ലെങ്കിൽ ആ വീര്യം ആക്രമിക്കുന്ന നല്ല ധൈര്യത്തോടെ നിൽക്കുന്ന ഇതിനെ വെച്ചിട്ടായിരിക്കും ഞാൻ പുലി എന്ന് പറയുന്നത്. അല്ലാതെ പുലിയുടെ എല്ലാ സ്വഭാവവും അല്ലെങ്കിൽ അതിന്റെ രൂപവും എല്ലാം ഷമീറിനുണ്ടെന്നുള്ള അർത്ഥം ആരും എടുക്കത്തില്ല. ജബ്ബാർ മാഷ് ആരും എടുക്കത്തില്ല. പക്ഷെ ഇസ്ലാം പറയുമ്പോൾ മാത്രം അവർക്ക് ഉടനെ അതിനകത്ത് പിടിക്കണം. അപ്പൊ എന്തുകൊണ്ടാണ് കൃഷിയിടം എന്ന് പറഞ്ഞത് നമുക്ക് പിന്നീട് കാണാം. ആ ഒരു വാക്ക് ഉള്ളത് കൊണ്ട് മാത്രം എത്ര എക്സ്പ്ലനേഷൻ അതിനകത്ത് കിട്ടും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ആ ഒരു വാക്കില്ല. ഖുർആന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറച്ച് വാക്കുകളിൽ ഒരുപാട് മീനിങ്ങൾ, ഒരുപാട് റൂളുകൾ നമ്മൾ എടുക്കാവുന്ന രീതിയിൽ സംക്ഷിപ്തമായിട്ടാണ് പറയുന്നത്. അല്ലെങ്കിൽ ഖുർആൻ തന്നെ വലിയ ബുക്കായി പോയാൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് അത് പറഞ്ഞിരുന്നെങ്കിൽ. കൃഷിയിടം എന്ന് പറയുമ്പോൾ തന്നെ കുറേ പോയിന്റുകൾ അതിനകത്ത് വരും. ഈ മൊത്തമായത്തിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര റൂളുകൾ അതിനകത്ത് വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഫ്യൂച്ചറിൽ ഇന്ന് ഉള്ള വലിയൊരു സമസ്യക്കുള്ള ഉത്തരം ഇതിനകത്തുണ്ട്. അതെല്ലാം അങ്ങനെ കംപ്രസ് ചെയ്ത് അതിനകത്ത് വന്നിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് കൃഷിയിടം എന്ന് പറഞ്ഞത്. അതായത് സ്ത്രീകളും പ്രത്യുൽപാദനം ചെയ്യുന്ന വ്യക്തികളാണ്. ഒരു ഭൂമി അതും പ്രത്യുൽപാദനം നടത്തുന്നതാണ്. ആ രീതിയിലാണ് അവിടെ കമ്പയർ ചെയ്തിരിക്കുന്നത്. അതിനെക്കുറിച്ചൊരു റൂള് പുരുഷനെ ഒരു കൃഷിക്കാരനുമായിട്ടും അപ്പം പ്രത്യുൽപാദനം നടത്തുന്ന അതൊന്നും പോവാതെ വളരെ മാന്യമായ ഭാഷ എന്നിട്ടായിട്ട് ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പൊ പുള്ളി പറഞ്ഞ കള്ളങ്ങൾ മാത്രം പറയാം. അപ്പോൾ അതുകൊണ്ട് താഴ്ത്തി കെട്ടിയതല്ല. ഉപമിക്കുന്നത് ഒരിക്കലും താഴ്ത്തി കെട്ടുന്നില്ല. സ്ത്രീകളുടെ മുടിയ കാർമേഘത്തോട് ഉപമിച്ചിട്ട് ഇങ്ങനെ പല രീതിയിൽ ഉപമിച്ചിട്ടുണ്ട്. അതാരും താഴ്ത്തി കെട്ടാറില്ല. ഇതൊരു റൂള് പറയാനായിട്ട് ചെയ്യുന്നതാണ്. പ്രത്യുൽപാദന ശേഷി എന്നുള്ള രീതിയിൽ ഭൂമിയിൽ നിന്നാണ് വിളയുന്നത്. അതുപോലെ സ്ത്രീയിൽ നിന്നാണ് കുട്ടികൾ ഉണ്ടാവുന്നത്. ഇത് വെച്ചിട്ട് ഒരു പുരുഷൻ അതില്ല.
പുരുഷന്റെ ദേഹത്തുനിന്ന് ഒരു പ്രത്യുൽപാദനമായിട്ട് ഒരു കുട്ടി വരില്ല. ഭൂമി മുളപ്പിക്കുന്ന കണക്ക് സ്ത്രീ മുളപ്പിക്കും. അപ്പം അതിൻ്റെ ആ കൃഷി വിത്ത് അതിനകത്തിടുന്ന പോലെ വിത്തിടുന്നതാണ് പുരുഷൻ. അപ്പം വിത്തിടുന്ന ആരാണ് വിത്തിടേണ്ടത്, എങ്ങനെയാണ് വിടേണ്ടത്, ഏത് രീതിയിൽ, ഇങ്ങനെയുള്ള റൂളുകൾ പറയാൻ വേണ്ടിയിട്ട് വളരെ സംക്ഷിപ്തമായിട്ടും വളരെ ഡീസൻ്റായിട്ടും ഉപയോഗിച്ച ഒരു ലാംഗ്വേജിനെ താഴ്ത്തി കെട്ടി എന്ന് പറയുന്നത്. അതിനകത്ത് താഴ്ത്തി കെട്ടാനൊന്നുമില്ല. ജബ്ബാർ മാഷായിട്ട് അല്ലെങ്കിൽ വിമർശകരായിട്ട് അത് താഴ്ത്തി കെട്ടുന്നതാണ്. അതാണ് അതിനകത്തുള്ള ഉത്തരം. ഓക്കെ, എന്താണ് ഇതിൻ്റെ സബബുൻ നുസൂൽ നമുക്ക് പരിശോധിക്കാം. ആദ്യം ഈ വാക്യവുമായി ബന്ധപ്പെട്ട് ഇബ്നു കസീറിൻ്റെ തഫ്സീറിൽ ഉദ്ധരിച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്. ഇമാം അഹമ്മദ് recorded that Abdullah ibn Sabit said, I went to Hafsa bint Abdurrahman ibn Abu Bakr and said, I wish to ask you about something, but I am shy. She said, do not be shy, O my nephew. He said, about having sex from behind with women. She said, Salama told me that the Ansar used to refrain from having sex from behind. The Jews claimed that those who have sex with their women from behind would have offspring with crossed eyes. When the Muhajirun came to Al-Madinah, they married Ansar women and had sex with them from behind. One of these women would not obey her husband and said, you will not do that until I go to Allah's messenger and ask him about this matter. She went to Salama and told her the story. Salama said, wait until Allah's messenger comes. When Allah's messenger came, the Ansari woman was shy to ask him about this matter, so she left. Salama told Allah's messenger the story, and he said, summon the Ansari woman. She was summoned and recited this ayah to her. Your wives are a tilth for you, so go to your tilth when or how you will, he added. ഇതാണ് സംഭവം. അൻസാറുകളും മുഹാജിറുകളും തമ്മിൽ വിവാഹ ബന്ധങ്ങളുണ്ടായി. മക്കയിൽ നിന്ന് ഇവർ മദീനയിലെത്തി അവർ മിങ്കിൾ ചെയ്ത് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ മക്കക്കാരായ മുഹാജിറുകളും അൻസാറുകളായ സ്ത്രീകളും ഒക്കെ ആയിട്ട് വിവാഹ ബന്ധങ്ങളുണ്ടായി. അങ്ങനെ അൻസാറുകളായ സ്ത്രീകളെ വിവാഹം ചെയ്ത അതല്ലെങ്കിൽ അൻസാറുകളായ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട മക്കക്കാരായ പുരുഷന്മാർ ആ സ്ത്രീകൾക്ക് പരിചയമില്ലാത്തതും അവർക്ക് അസഹ്യവുമായ രീതിയിൽ അവരുടെ ശരീരത്തിൽ ലൈംഗികമായിട്ടുള്ള അതിക്രമങ്ങൾ കാണിച്ചു. അതായത് പിൻഭാഗത്തുകൂടെയൊക്കെ ഭോഗിക്കുന്നത് ഈ അൻസാർ സ്ത്രീകൾക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല, അവർക്കത് പരിചയം ഉണ്ടായിരുന്നില്ല. അവരത് വളരെ അസഹ്യമായിട്ടും അത് വളരെ തെറ്റായിട്ടുമാണ് കണക്കാക്കിയിരുന്നത്. അതിനൊരു കാരണം ഈ അൻസാറുകൾക്ക് കൂടുതൽ ബന്ധമുണ്ടായിരുന്നത് ജൂതന്മാരുമായിട്ടാണ്. ജൂതന്മാരുടെ ഇടയിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു അന്ധവിശ്വാസമുണ്ടായിരുന്നു. ഇങ്ങനെ സംഭോഗത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ, സ്ത്രീകളെ പിൻഭാഗത്തുകൂടെ സംഭോഗത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന കുട്ടികൾക്ക് കോങ്കണ്ണുണ്ടാവും എന്നായിരുന്നു ജൂതന്മാരുടെ അന്ധവിശ്വാസം. ഒരുപക്ഷെ ഈ അന്ധവിശ്വാസം കൂടി കാരണമായിരിക്കാം മദീനയിലെ സ്ത്രീകൾക്ക് ഇങ്ങനെ ബന്ധപ്പെടുന്നത് താല്പര്യമുണ്ടായിരുന്നില്ല, അവർക്കത് വളരെ അസഹ്യമായിട്ട് തോന്നിയിരുന്നു. അതുകൊണ്ട് ഒരു അൻസാരി സ്ത്രീ ഇങ്ങനെ ഒരു മുഹാജിർ പുരുഷൻ തൻ്റെ ശരീരത്തിൽ ലൈംഗികമായി ഇത്തരം അതിക്രമങ്ങൾ കാണിച്ചപ്പോൾ ആ പുരുഷനോട് പറഞ്ഞു, ഇത് പറ്റില്ല, ഞാൻ സമ്മതിക്കില്ല, ഞാനിത് പ്രവാചകൻ്റെ അടുത്തൊന്ന് പോയി ചോദിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ പ്രവാചകൻ്റെ വീട്ടിൽ വരികയാണ്. പ്രവാചകൻ്റെ വീട്ടിൽ വന്നിട്ട് നേരിട്ട് പ്രവാചകനോട് ചോദിക്കാനുള്ള മടി കാരണം സലമയോട് കാര്യം പറയുന്നു. അങ്ങനെ ഈ സ്ത്രീ സലമയോട് പറഞ്ഞിട്ട് പോകുന്നു. അപ്പോൾ സലമ പ്രവാചകൻ വന്ന സമയത്ത് ഈ കാര്യം പറയുന്നു. അപ്പോഴാണ് പ്രവാചകൻ ആ പെണ്ണിനെ അങ്ങോട്ട് വിളിക്കുക എന്ന് പറഞ്ഞിട്ട് അവളെ വിളിപ്പിക്കുന്നു. എന്നിട്ട് അവളെ വിളിപ്പിച്ചിട്ട് അവളുടെ മുമ്പിൽ വെച്ച് ഈ ആയത്ത് ഓതിക്കേൾപ്പിക്കുന്നു. ഇതാണ് ഇതിൻ്റെ അവതരണ സന്ദർഭമായിട്ട് വിവരിച്ചിട്ടുള്ള ഒരു സംഭവം. അപ്പോൾ നോക്കുക, ഇവിടെ ഒരു സ്ത്രീയാണ് പരാതിയുമായിട്ട് വരുന്നത്. ആ സ്ത്രീക്ക് ഇഷ്ടമില്ലാത്ത അസഹ്യമായ രീതിയിൽ ആ സ്ത്രീയുടെ ശരീരത്തിൽ ലൈംഗികമായ അതിക്രമം കാണിച്ച ഭർത്താവിനെതിരെ ആ സ്ത്രീ പരാതി പറയുകയും അതിന് തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് ആ സ്ത്രീയെ സംബോധന ചെയ്യാതെ ആ പ്രവൃത്തി ചെയ്ത പുരുഷന്മാരെ സംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു ഇറക്കിയ ആയത്താണ്, നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങളുടെ കൃഷിസ്ഥലമാണ്, നിങ്ങൾ ഇച്ഛിക്കുന്ന വിധത്തിൽ അവിടെ പോയിട്ട് നിങ്ങൾ കൃഷി നടത്തിക്കോ എന്ന്. ഈ സ്ത്രീ ഇത് കേട്ടിട്ട് നിരാശയായി തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. കാരണം മുഹമ്മദ് മുഹാജിറിൽപ്പെട്ട ആളെ
അശ്ലീലമുണ്ടെന്ന് പറഞ്ഞു, ആയത്തിൽ അശ്ലീലമില്ല, നമുക്ക് മനസ്സിലാക്കി. രണ്ടാമത്തത് അതിൻ്റെ ഒരു തഫ്സീർ എടുത്ത് വായിക്കുന്നുണ്ട്. തഫ്സീർ എടുത്ത് വായിച്ചിട്ട് അതിനകത്ത് ഞാൻ യൂട്യൂബ് ലൈവ് കേൾക്കാൻ ഞാൻ കേട്ടിട്ടുണ്ട്, അത് വെച്ചിട്ട് ഞാൻ പറയാം. ഒരു സ്ത്രീ വന്നിട്ട് എന്താണ് പ്രശ്നം, മക്കാര് മുഹാജിറുകൾ, അതായത് മക്കയിൽ നിന്ന് വന്ന ആൾക്കാർ, മുസ്ലിങ്ങൾ മദീനയിലുള്ള ആൾക്കാർ, അൻസാരികൾ. അപ്പൊ അവര് തമ്മിലുള്ള വിവാഹ ബന്ധങ്ങൾ നടത്തി. അതിനകത്ത് തന്നെ ഒന്ന് കോട്ടി മാട്ടുന്നുണ്ട്. വിവാഹ ബന്ധം എന്ന് പറഞ്ഞിട്ട് തമ്മിൽ ബന്ധപ്പെട്ടു എന്ന് അവർ പറയുന്നു. അപ്പൊ നല്ല ശ്രദ്ധിക്കണം, അത് ക്ലിയർ ആയിട്ട് കേൾക്കാത്തതുകൊണ്ട്. അല്ലെങ്കിൽ ഞാൻ അത് ഓരോ വാക്കുകൾ എടുത്ത് അങ്ങനെ ഞാൻ എടുത്ത് കാണിച്ചേരാം. സ്ത്രീകൾ വിവാഹബന്ധം നടത്തിയെന്ന് പറഞ്ഞിട്ട് നിർത്തിയിട്ട് പറയും ബന്ധപ്പെട്ടു എന്ന്. അപ്പൊ എവിടെയെങ്കിലും വൾഗാരിറ്റി ചേർക്കുക, എവിടെയെങ്കിലും കുത്തി തിരികെ കയറ്റുക, അതിനകത്ത് അശ്ലീലം മാറ്റി കയറ്റുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്യുന്നത് പുള്ളി. ഞാൻ ഓരോ വാക്ക് എഴുതിയെടുത്തിട്ടുണ്ട് പുള്ളി പറയുന്നത്. അതൊരു കള്ളമാണ്. രണ്ടാമത്തെ കള്ളമാണ് അത്. വിവാഹം എന്ന് പറഞ്ഞിട്ട് ബന്ധപ്പെട്ടു എന്ന് കാണിക്കും, എടുത്തു പറയുന്നു. അപ്പൊ ഈ യുക്തിവാദികളുടെ എല്ലാ സ്വഭാവം ഇതാണ്. വിവാഹം എന്നുള്ളത് അവർക്കില്ല, അവർക്ക് ബന്ധപ്പെടൽ മാത്രമേ ഉള്ളൂ. അപ്പം സംഭവം ഇതാണ്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് പിൻഭാഗത്തോടുകൂടി അവർ സമീപിച്ചു എന്ന് വരും. അതിലും ഒരു പ്രശ്നമുണ്ട്. പിൻഭാഗത്തു നിന്നുള്ളത് അത് ക്ലാരിഫൈ ചെയ്യണം. ആ തഫ്സീറിൽ തന്നെ വായിച്ചാലും അറിയാം, അല്ലെങ്കിൽ മറ്റ് ഹദീസുകളിലെല്ലാം വെച്ച് പറയാം, അല്ലെങ്കിൽ ഈ ആയത്തിൽ തന്നെ അറിയാം. കൃഷിയിടം എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ എവിടാണോ വിത്തിട്ടാൽ മുളയ്ക്കുക അതിൽ കൂടെ മാത്രമേ സംബന്ധിക്കാവൂ എന്നർത്ഥം അതിനകത്തുണ്ട്. വൾഗറായിട്ട് പറയേണ്ട ഒരു കാര്യം കൃഷിയിടം എന്ന് പറയുമ്പോഴത്തേക്ക് ആ വൾഗാരിറ്റി ഇല്ലാതായത് വേണ്ട. ആ ഒറ്റ വാക്ക്, നിങ്ങളെ കൃഷിയിടം എന്ന് പറയുന്നതാണ് നിങ്ങൾ വിമർശിക്കുന്നത്. പക്ഷെ ആ കൃഷിയിടം എന്ന് പറഞ്ഞതാണ് അതിന്റെ ബ്യൂട്ടി. അതുള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇത് ആ വജൈനൽ സെക്സ് അങ്ങനെ ഒന്നും പറയാതെ തന്നെ കൃഷിയിടം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ എവിടാണോ വിത്ത് മുളപ്പിക്കുന്നത് അതിൽ കൂടെ മാത്രമേ ചെയ്യാവൂ എന്നുള്ള അർത്ഥം. കൃഷിയിടം എന്നുള്ള അർത്ഥം ഇതിനകത്തുണ്ടത്. ബാക്കി കൂടെ പാടില്ല എന്നുള്ള. പക്ഷെ ബാക്കി കൂടെ പാടില്ല എന്നുള്ള ഏനൽ സെക്സേ ഇന്നത്തെ ക്വസ്റ്റ്യൻ അല്ല. പിൻഭാഗത്തു കൂടി എന്ന് പറഞ്ഞാൽ പോസ്റ്റർ മാത്രമാണ്. പിൻഭാഗത്തു കൂടി വജനൽ സെക്സ് എന്നാണ് അവനെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അവിടെ മൊത്തം ക്വസ്റ്റ്യൻ അവിടാണ്. ആരും ഇവിടെ ഏനൽ സെക്സിനെ കുറിച്ച് അങ്ങനെ ഒന്നും ക്വസ്റ്റ്യനെ വരുന്നില്ല, ആ പ്രോബ്ലം വരുന്നില്ല. ജബ്ബാർ മാഷ് പറയുമ്പോഴാണ് പിൻഭാഗത്ത് കൂടി മാത്രം പറയും. കേൾക്കുന്നവർക്ക് തെറ്റിദ്ധരിപ്പിക്കപ്പെടും. അപ്പൊ എടുത്ത് പറയണം, അതല്ല ഉദ്ദേശിക്കുന്നത്. ഫ്രണ്ടിൽ പിൻ പോസ്റ്ററിൽ കൂടി വജനൽ സെക്സ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് എടുത്ത് പറയണം. അത് പറയുന്നില്ല. സെക്സ് എന്ന് പറയുന്നല്ല, അത് കറക്റ്റായ അർത്ഥം പറയണ്ടേ. മോശമായിട്ട് ആൾക്കാർ തെറ്റിദ്ധരിച്ചോട്ടെ എന്നർത്ഥം. അപ്പൊ മൂന്നാമത്തെ കള്ളം. അപ്പൊ അങ്ങനെ ഒരു സ്ത്രീ, അതായത് മുഹാജിരികള് അൻസാറുകളായിട്ട് വിവാഹബന്ധം പുലർത്തിയപ്പോ ഒരു അൻസാരി സ്ത്രീ എതിർത്തു എന്ന് പറഞ്ഞാൽ നിങ്ങളിങ്ങനെ ബാക്ക് പോസ്റ്ററിലൂടെ വജൈനൽ സെക്സ് ചെയ്യുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ എനിക്കത് സംശയമുണ്ട്, അത് ഞാൻ പ്രവാചകന്റെ അടുത്ത് ചോദിച്ചിട്ട് മാത്രമേ ഞാൻ സമ്മതിക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതിന്റെ കാരണം അടുത്ത ലൈനിൽ പറയുന്നുണ്ട്. യഹൂദന്മാരായിട്ട് കലർന്നിരിക്കുന്ന ആൾക്കാരാണ് മദീനയിലുള്ള ആൾക്കാർ. യഹൂദന്മാർക്ക് ഒരു വിശ്വാസമുണ്ട്, അങ്ങനെ ചെയ്താൽ പിറക്കുന്ന കുട്ടിക്ക് കോങ്കണ്ണുണ്ടാവും. അപ്പൊ കുട്ടി പിറക്കണമെങ്കിൽ വജനൽ സെക്സ് ആയിരിക്കണം, ഏനൽ സെക്സ് അല്ല. അതും അതിനകത്തൊരു തെളിവാണ്. അത് പിൻഭാഗത്തുകൂടി എന്ന് പറഞ്ഞാൽ ഏനൽ സെക്സ് അല്ല ഉദ്ദേശിക്കുന്നത്, അത് വജനൽ സെക്സ് തന്നെയാണ് എന്നുള്ളതിന് ആ കുട്ടി പിറക്കുന്നു എന്ന് പറയുന്നത്. കുട്ടി പിറക്കുമ്പോൾ അത് സ്പിൻഡഡ് ആയിട്ട് വരും എന്നൊരു വിശ്വാസം ഇവിടെ ഉണ്ട്. ഇതിനെ കുറിച്ച് ഞാൻ പ്രവാചകന്റെ അടുത്ത് ചോദിച്ച് ക്ലാരിഫൈ ചെയ്തിട്ട് മാത്രമേ ഇതിനെ സമ്മതിക്കൂ. ഇത്രേ ഉള്ളൂ ആ ഹദീസിനകത്ത്, അല്ല ഇബ്നു കസീറിന്റെ തഫ്സീറിനകത്ത്. അതിന് അദ്ദേഹം എവിടെല്ലാം കോട്ടി മാട്ടുന്നുള്ള ജബ്ബാർ നോക്കും. ഒരു സ്ത്രീ ഒന്ന് പരാതി പറഞ്ഞു. ആക്ച്വലി പരാതിയല്ല, സംശയമാണ്. ആദ്യമേ തന്നെ ആ നറേഷൻ ഉണ്ടാക്കി വെക്കണം. പരാതിയാണ് പറഞ്ഞത് സ്ത്രീ എന്നുള്ളത്, പരാതിയല്ല, അതൊരു സംശയമായിരുന്നു. അതിന് ഉത്തരവാണ് കൊടുത്തത്. പിൻഭാഗത്തു കൂടി എന്ന് തെറ്റിദ്ധരിപ്പിച്ചു. അത് പിൻഭാഗത്തു കൂടിയല്ല, മുൻഭാഗത്തു കൂടിയാണ്, അല്ലെങ്കിൽ ക്ലാരിഫൈ ചെയ്യണമായിരുന്നു. അത് ജബ്ബാർ മാഷ് ക്ലാരിഫൈ ചെയ്തില്ല. പിന്നെ പറയുന്നുണ്ട് അസഹ്യവും അതിക്രമമാണെന്നുള്ളത്. ഇതെവിടെ നിന്ന് കിട്ടി? പക്ക കള്ളമാണ്. ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ആ സ്ത്രീക്ക് അസഹ്യവും അതിക്രമമായിട്ട് തോന്നി. ഇവിടാണ് ജബ്ബാർ മാഷിന്റെ ഖുർആൻ വിമർശനം അല്ലെങ്കിൽ ഇസ്ലാം വിമർശനത്തിന്റെ ആ മെയിൻ ക്രക്സ് കിടക്കുന്നത് ഇവിടാണ്. അങ്ങേരായിട്ട് കോട്ടിമാട്ടും. ഇതുവരെ വന്നിട്ട് ഈ രണ്ട് വാക്കെടുത്തിട്ടിട്ട് ഈ വാക്കിന്റെ പുറത്ത് കള്ളങ്ങൾ പറയും. പിന്നെ ഇതായിരിക്കും പിന്നെ വിമർശിക്കുന്നത്. പിന്നെ അങ്ങോട്ടുള്ളതെല്ലാം ഈ സ്ത്രീകളെ അസഹ്യമായിട്ട് പെരുമാറി, അവർക്ക് അതിക്രമം ചെയ്തു, അവർക്കെതിരെ ലൈംഗിക വൈകൃതങ്ങൾ കാണിച്ചു എന്ന് ഇതിന് ചെയ്തോട്ടെ. ഇത് വൈകൃതമേ അല്ല, അല്ലെങ്കിൽ പറയണം ബാക്ക് പോസ്റ്ററിലൂടെ ചെയ്യാൻ പാടില്ല എന്ന്. അത് സ്ത്രീകൾക്ക് വൈകൃതമായിട്ട് തോന്നുന്നത് എങ്ങനെ? അത് എവിടത്തെ ഇതിനാണ് പറഞ്ഞത്?
ആ പോസ്റ്ററിനകത്ത് അവർക്ക് അത് വൈകൃതം എവിടെ പറഞ്ഞിട്ട് ഈ ഹദീസിൽ പറഞ്ഞിട്ടുണ്ടോ എനിക്ക് അസഹീനമായിട്ട് തോന്നി, എനിക്ക് അതിക്രമമായിട്ട് തോന്നി? അതല്ല, കാരണം ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ജനിക്കുന്ന കുട്ടിക്ക് സ്കിൻ ഉണ്ടാവും, കോങ്കണ്ണുണ്ടാവും, അത് എനിക്ക് പ്രവാചകനകത്ത് ക്ലിയർ ചെയ്യണം എന്നാണ് പറഞ്ഞത്. കാരണം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കെ അതിനെ ലൈംഗിക വികൃതമായിട്ടോ അല്ലെങ്കിൽ അസഹ്യമായിട്ടോ സ്ത്രീകൾക്കെതിരെ ഫാക്ടറിയാക്കി എന്തെല്ലാം പറയുന്നത് അതിനകത്ത്. ഇത്രയും വൾഗറായിട്ട് ഇതെല്ലാം ഞാൻ ഇപ്പൊ ഇതിനകത്ത് ജബ്ബാർ മാഷ് പറഞ്ഞ വാക്കുകളാണ്. ആ വീഡിയോയിൽ തന്നെ പറഞ്ഞു ഇത്രയും വൾഗറായിട്ട് വൃത്തികെട്ട സ്വയം നിർണയ അവസ്ഥ സ്ത്രീക്കില്ലാതെ. ഇതിനകത്ത് എവിടെ സ്ത്രീക്ക് സ്വയം നിർണയ അവസ്ഥ ഇല്ലാതെ പോയെന്താ? അവർക്ക് ഒറ്റ ഡൗട്ട് ചെയ്ത് കുട്ടി പറക്കുന്നത് കണ്ണ് കോങ്ങണ്ണാവോ ഇല്ലയോ, ഇതറിഞ്ഞാൽ മതി. ഇതറിയാതെ ഞാൻ ചോദിച്ചിട്ടേ ചെയ്യത്തുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. അവർക്ക് അത്രേ ഉള്ളൂ, അവർക്ക് വേറെ കംപ്ലൈന്റ് ഒന്നുമില്ല. അതിനെ എത്രയെല്ലാം എരിവും പുളിയും കയറ്റി പ്രതിയായ പുരുഷൻ എന്നിട്ട് ആൻസർ പറയാണ്. സ്ത്രീ ഒന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവരെ നിരാശപ്പെടുത്തി അയച്ചു. അതൊരു വാക്കാണ്. എത്ര കള്ളങ്ങളാന്ന് നോക്കിയോ. ആ സ്ത്രീ നിരാശയായിട്ട് പോയെന്ന് ഹദീസിലുണ്ടോ? ജബ്ബാർ മാഷ് വായിച്ചതിനകത്തുണ്ടോ? അവർ ആൻസർ കേട്ട് പോയി. ഇത് ഇങ്ങനെ കേട്ടുന്നതാണ്, ഓരോ വാക്കും ഇങ്ങനെ കേട്ടു. നിരാശയായിട്ട് സ്ത്രീ പോയി. പ്രതിയായ പുരുഷൻ എവിടെ പ്രതിയാക്കി? ഇവിടെ ആ സ്ത്രീ പ്രതിയാക്കിയോ? ഞാൻ ഡൗട്ട് ചോദിക്കട്ടെ എന്നേ പറഞ്ഞുള്ളൂ. ഇങ്ങനെ ഒരു വാക്കിലെടുത്തിട്ട് ഇദ്ദേഹത്തിൻ്റെതായ വാക്കുകളെല്ലാം അതിനകത്ത് പമ്പ് ചെയ്ത് കയറ്റിയിട്ട് അതിനെ വിമർശിക്കാം. ഇത്രയ്ക്കും വൃത്തികെട്ട മിഴച്ചും. ഇത് സാമ്പിളാണ്, അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഒരു വാക്കെടുത്തിട്ട് വൾഗർ ഇല്ലാത്ത ഒരു കാര്യത്തിന് മാന്യമായിട്ട് ഖുർആൻ സംസാരിച്ചതിനെ അവിടെ അല്പസ്വല്പം കുറച്ച് അവയവങ്ങളെ കുറിച്ച് പറയേണ്ടി വരുന്ന ഒരു സന്ദർഭം, അതിനെ പോലെ അവയവം പറയാതെ വളരെ മാന്യമായിട്ട് ഖുർആൻ ഡീൽ ചെയ്തു. നിങ്ങൾ ഫ്രണ്ടിൽ കൂടെ ചെയ്യാവൂ എന്നെല്ലാം പറയേണ്ട ഒരു അത് ഖുർആനിൽ അത് കാണത്തില്ല. അത് ഹദീസുകളിൽ ചില സമയത്ത് നിങ്ങളുടെ ഇത് ഫ്രണ്ടിൽ കൂടെ മാത്രമേ ചെയ്യാവൂ എന്നുള്ളതെല്ലാം ഹദീസിൽ വേറെ ഇതിനകത്തുണ്ട്. പക്ഷെ ഖുർആൻ വളരെ മാന്യമായിട്ട് അത് ഒരു മാവിനകത്ത് നമ്മൾ മാവ് ഇല വെച്ച് മറിഞ്ഞ് കാണാൻ പറ്റത്തില്ല, പക്ഷെ കാണാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ മറച്ചും തെളിച്ചും ആ അർത്ഥം വരുന്ന കണക്കും. പക്ഷെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയാതെ അത്ര മാന്യമായിട്ട് പറഞ്ഞ ഒരു ആയത്തിനെ അങ്ങനെ വൾഗറാക്കി തെറ്റാക്കി ഇത്രയും വിമർശിക്കണമെങ്കിൽ അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി എത്ര കള്ളനാണ് ഇങ്ങനെ എന്നുള്ളത്, എത്ര നുണയനാണ്, മഹാമ്ലേച്ഛനാണെന്നുള്ളത്. ഇങ്ങനെ ചുമ്മാ സമരത്തിന് നടത്തിയ നേതൃത്വം നടത്തിയ ആളാണ് ഇത് പറയുന്നത്. ആലോചിക്കുക, അയാളുടെ സ്ക്രീൻ കാർഡില് അല്ലെങ്കിൽ ടൈറ്റിൽ കാർഡില് സ്ത്രീകളുടെ നഗ്നമായിട്ട് വേഷം കാണിച്ച് വീഡിയോ ഇറക്കിയ ആളാണ് ഇത് പറയുന്നതെന്ന് ആലോചിക്കുക. വെറും വേഷം കെട്ട് മാത്രം, വെറും വേഷം കെട്ട്. പിന്നെ വാക്കുകൾ ഇട്ട് അതിനകത്ത് ആവശ്യമില്ലാതെ കയറ്റി എല്ലാം കാണിച്ച് സ്ത്രീ അത് അവര് എന്താണ് സ്ത്രീയെ നിരാശയായിട്ട് അയച്ചു, അത് വൾഗറായിട്ട് വൃത്തികെട്ടത് ഒന്ന് പറഞ്ഞതെല്ലാം ജബ്ബാർ മാഷ് വളരെ മാന്യമായിട്ട് ഖുർആൻ ഇതിന് ഒരു സൊല്യൂഷൻ തന്നു. സ്ത്രീ ഒന്ന് സംശയം ചോദിച്ചതിന് ഈ ആയത്തിറങ്ങി. അത് അവർക്ക് മനസ്സിലായത് എന്താന്നുള്ളത് അപ്പൊ ഷമീർ പറഞ്ഞതുപോലെ അപ്പൊ എന്ത് പറയണമായിരുന്നു, നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ജബ്ബാർ ഇത് എങ്ങനെ വിമർശിക്കുന്നറിയാം. കണ്ടാ, അയാൾക്ക് ഇത് അറിയത്തില്ലായിരുന്നു, പ്രവാചകൻ ഇത് അറിയത്തില്ലായിരുന്നു. എന്താണ് ഈ അന്ധവിശ്വാസം, ഏകൃതമായിട്ട് അന്ധവിശ്വാസം പ്രവാചകൻ ശരി വെച്ചു, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു എന്ന് പറയും. ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ ആയിരിക്കും പറയുന്നത്. അദ്ദേഹത്തിന് ദൈവ വെളിപാടില്ല, ദൈവത്തിന് അറിയത്തില്ല. ഇന്നത്തെ മോഡേൺ സയൻസ് എന്താണ് പറയുന്നത്? ഇങ്ങനെ ബാക്ക് പോസ്റ്റിലൂടെ ചെയ്തതിൽ എവിടെയെങ്കിലും കുട്ടി കോങ്ങുണ്ടാവും? ഉണ്ടാവില്ല. ഇതുപോലും അറിയാത്ത ഒരു പ്രവാചകനാണോ? ഇത് ഒരു ദൈവമാണോ? ഇതൊക്കെ ഒരു ദൈവമാണോ എന്ന് പറഞ്ഞ് ഇതിന് 10 മിനിറ്റ് സംസാരിക്കും. ഇപ്പം അവസരവാദികളും വെറും മിളയച്ചന്മാരുമായ ആൾക്കാരാണിത്. ഇപ്പൊ ഞാൻ ബാക്കിയും കൂടെ ഷമീർ കേൾപ്പിക്കും. അതിനും കൂടെയുള്ള ചേർത്തുള്ള ആൻസറാണ് പറഞ്ഞത്. സ്ത്രീകളെ അപമാനിച്ചു എന്ന് പറയുന്നു, എന്തെല്ലാവോ വായിൽ വരുന്നതെല്ലാം പറയുന്നു. അതൊന്നും ഒരു ലാഞ്ചന പോലെ ഇതിനകത്തില്ല. വളരെ മാന്യമായിട്ട് അവർക്ക് വളരെ ഗണ്യമായ സ്ഥാനം നൽകി ഒരു ചോദ്യത്തിനുള്ള ഉത്തരം. അവിടെ യഹൂദന്മാര് അങ്ങനെ വിശ്വസിച്ചിരുന്നു. ആ വിശ്വാസമാണ് ചോദ്യം. ഇത്രയേ ഉള്ളൂ. ഈ ആയത്തിൽ മൊത്തത്തിൽ ഒരു ചോദ്യം വന്ന ഇങ്ങനെ ഒരു പ്രാക്ടീസ് ഉണ്ട്. ഇത് ഇന്നത്തെ കാലത്ത് എന്താണ് അതിന്റെ റീസൺ ഉള്ളത് ഞാൻ പിന്നെ പറയാം. ഇന്നും ഒരു വലിയൊരു പ്രശ്നം അതിനകത്തുണ്ട്. ഇന്ന് ലോകം അനുഭവിക്കുന്ന ആൾക്കാർ ചെയ്യുന്ന വലിയൊരു തെറ്റ്, അതിനും കൂടെ ഒരു സൊല്യൂഷൻ ഇതിനകത്തുണ്ട്. അത് ഞാൻ പിന്നെ പറയാം. അപ്പൊ ഇത് ഇത്രേ ഉള്ളൂ. ഈ ബാക്ക് പോസ്റ്റർ ചെയ്യാവോ എന്ന് ചോദിക്കുന്നതിന് ആ വാക്കുകളൊന്നും ഉപയോഗിക്കാതെ നിങ്ങൾ ഇച്ഛിക്കും വിധം നിങ്ങൾ ചെയ്യാന്ന് എന്റെ അർത്ഥം. നിങ്ങൾ എങ്ങനെ ചെയ്താലും ഒരു കുഴപ്പമില്ല, അത് അനുവദിച്ച് തന്നിരിക്കുന്നു, അതിൽ തെറ്റില്ല, അന്ധവിശ്വാസം ഇല്ല. അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ച ചോദ്യം പോലെ ആ കുട്ടി കോങ്ങണ്ണായിട്ട് പറക്കത്തില്ല. ഇത്രേ ഉള്ളൂ അതിനകത്ത്. പുരുഷന് യഥേഷ്ടം പോയി കൃഷി നടത്താനുള്ള ഒരു ഉപകരണം മാത്രമായിട്ട്, ഒരു കൃഷിസ്ഥലം മാത്രമായിട്ട് കാണുകയും സ്വന്തം ശരീരത്തിലും സ്വന്തം ലൈംഗികതയിലും ഒരു സ്വയം നിർണയ അവകാശവും ഒരു ചോയ്സും ഇല്ലാത്ത ഒരു
ജീവൻ പോലുമില്ലാത്ത വസ്തുവായി മാത്രം സ്ത്രീയെ കണക്കാക്കുകയും ചെയ്യുന്നു എന്നതാണ് ഇതിനകത്തുള്ള ഏറ്റവും പ്രാകൃതമായിട്ടുള്ള കാര്യം. ഇതൊന്നും പക്ഷേ ഇത്രയും നേരം അദ്ദേഹം പുള്ളി പറയുന്നത് സ്ത്രീയെ വസ്തുവായിട്ട് കാണുന്നു, അങ്ങനെ ഒന്നുമില്ല. വസ്തു ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് കൃഷിയിടം എന്ന് കാണിച്ചത്, എത്ര മാന്യമായിട്ടാണ് അത് പറഞ്ഞേക്കുന്നത്. ആ വിത്തിടുന്ന സ്ഥലത്ത് മാത്രമേ നിങ്ങൾ ചെയ്യാവൂ എന്നർത്ഥം അതിനകത്ത് ക്ലിയർ ആയിട്ട് വരുന്നുണ്ട്. ഫ്രണ്ടിൽ കൂടെ പറ്റത്തുള്ള അത് അവര് ചോദിച്ചില്ല. തിരിഞ്ഞ് ബാക്ക് പോസ്റ്ററിൽ വജനൽ സെക്സ് ആണ് ചോദിച്ചത്. പക്ഷെ എല്ലാത്തിനും കൂടെ അർത്ഥം വന്നു, എല്ലാത്തിനും കൂടെ ഉത്തരം തന്നു. അതുകൊണ്ടാണ് ആ ഒരൊറ്റ വാക്കിൽ അവസാനം പറയാന്ന് പറഞ്ഞിരുന്നില്ല. അത് എത്രത്തോളം റൂളുകളാണ് ഇതിനകത്ത് വരുന്നതെന്നുള്ള ആലോചിച്ച് നോക്കുക. വേറെ ഹദീസിലും പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ടിൽ കൂടെ പറ്റത്തുള്ളൂ എന്നുള്ളത്. മുസ്ലിം 1439C ആണെന്ന് തോന്നുന്നു. അതിനകത്ത് 35C മാത്രമേ പാടുള്ളൂ എന്നുള്ള ഹദീസിനകത്ത് കാണാം. അതുമല്ലാതെ ഇതിനകത്ത് തന്നെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും അത് കൃഷി എന്ന് പറയുന്നുണ്ട് മാത്രം. എവിടെയാണോ വിത്തിട്ടാൽ കൃഷി ഉണ്ടാവോ മുളയ്ക്കോ അവിടെ മാത്രമേ ചെയ്യാവൂ എന്നുള്ളതും ആ വാക്കിൽ അത്രയ്ക്ക് അർത്ഥം അതിനകത്ത് വന്നിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത് ഈ അന്ധവിശ്വാസം ശരിയല്ല. പിന്നിലൂടെ സമീപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കിൻ ഉണ്ടാവും അല്ലെങ്കിൽ കോങ്കൺ ഉണ്ടാവും എന്ന് പറയുന്നത് ശരിയല്ല എന്നുള്ളതും ക്ലിയർ ആയിട്ടുണ്ട്. പിന്നെ ഒരു അർത്ഥം കൂടെ ഉണ്ട്, ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇത് ഒരു ഡോക്ടറിന്റെ അടുത്ത് ഒരു ഇതേ സംശയം പോയി ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സ്ത്രീ ഒരു ഡോക്ടറിന്റെ അടുത്ത് ചോദിക്കാന്ന് വിചാരിക്കും, ഇങ്ങനെ ഒരു അഭിപ്രായം പറയുന്നുണ്ട് നമ്മുടെ അടുത്ത്, അപ്പം ഇങ്ങനെ ഒരു ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുട്ടിക്ക് ഇത് ഉണ്ടാവുമോ എന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടർ ഇത് പറയും, ഒരു കുഴപ്പമില്ല നിങ്ങൾ ചെയ്തോ എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ പറഞ്ഞ വാക്കുകളെല്ലാം വെച്ചിട്ട് ജബ്ബാർ മാഷ് പറയുമോ? ഇത്രയും വൾഗറായിട്ട് വൃത്തികെട്ട ഇതായിട്ട് സ്ത്രീയെ ഒരു വസ്തുവാക്കിയിട്ട് അതിനെ മോശമായിട്ട് അതിക്രമം കാണിക്കാൻ ആ ഡോക്ടർ പറഞ്ഞെന്ന് ജബ്ബാർ പറയുമോ? അപ്പം എത്രത്തോളം ആ ഒരു കോട്ടിമാട്ടലും എത്രത്തോളം തെറ്റിദ്ധരിപ്പിക്കലും ഇസ്ലാമിനുള്ള വെറുപ്പ് അല്ലെങ്കിൽ ആ ഒരു സിദ്ധാന്തം കയ്യിലെടുത്തു എന്നുള്ളത് കൊണ്ട് ടിവിയുടെ മുമ്പിലിരുന്ന് എന്തും പറയാം എന്നുള്ള ഒരു സ്റ്റാൻഡല്ലേ ഇയാൾ എടുത്തേക്കുന്നത്. ഇയാളുടെ എല്ലാ വിമർശനം ഈ രീതിയിലാണ്. അപ്പൊ നമ്മൾ ഒരെണ്ണം മാത്രം കീറി മുറിച്ച് എടുക്കാൻ കാരണം ഒരെണ്ണത്തിനകത്ത് ഇത്രയും കള്ളം പറയും. ഒരു 4 ആയത്തുള്ളതിനകത്ത് ഇത്രയും കള്ളം പറയാമെങ്കിൽ ഇയാൾ ഈ ക്ലാസ് മൊത്തം പറഞ്ഞത് എത്ര കള്ളങ്ങൾ പറഞ്ഞാണ്. ഇതെല്ലാം നമുക്ക് ഇങ്ങനെ ഓരോന്നോരോ 2 മണിക്കൂർ എടുത്തത് ഇങ്ങനെ എടുത്ത് ഓരോ ലൈനായിട്ട് എടുത്ത് കാണിക്കാൻ പറ്റുമോ? അപ്പൊ ആളുകൾക്ക് ഇതൊരു സാമ്പിളാക്കി നമ്മളൊരു വീഡിയോ ആയിട്ട് കാണിക്കുകയാണ്. ഇയാൾ എത്രത്തോളം കള്ളനാണ്, നുണയനാണ്, ആഭാസനാണ് ഇയാള് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇത്രയും പറഞ്ഞത്. ഇനി ആയത്തിലേക്ക് വരാം. ആയത്ത് പറയുന്നത് നോക്കുക. അതായത് സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാണ്, നിങ്ങളുടെ ഭാര്യമാർ. വളരെ ശ്രദ്ധിക്കുക. നിങ്ങൾ എന്നുള്ള വാക്ക് എത്ര വട്ടം വരുന്നു എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതിലാണ് അതിനകത്ത് ബ്യൂട്ടി ഉള്ളത്. നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ കൃഷിയിടമാകുന്നു, അതിനാൽ നിങ്ങൾ ഇച്ഛിക്കും വിധം നിങ്ങളുടെ കൃഷിയിടങ്ങളിൽ ചെല്ലാവുന്നതാണ്. ഫസ്റ്റ് ഇത് ക്ലബ് ഹൗസിലും മറ്റു ആൾക്കാരിലൊക്കെ മറ്റ് മീഡിയയിലൊക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട്, ഈ കൃഷിയിടം എന്ന് പറയുമ്പോൾ നമുക്ക് പാട്ടത്തിന് കൊടുക്കാവോ എന്നുള്ള രീതിയിൽ. അതായത് വേറൊരാൾക്ക് കൃഷി ഇറക്കാന്നുള്ള വളരെ വൾഗറായിട്ട് കളിയാക്കാൻ വേണ്ടിയിട്ട്. അതിന് ഉത്തരം ഇവിടെ ഉണ്ട്. നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ കൃഷിയിടങ്ങൾ, എത്ര നിങ്ങൾ വന്ന് നോക്കിയ നിങ്ങളുടെ കൃഷിയിടമാകുന്നു, അതിനാൽ നിങ്ങൾ ഇച്ഛിക്കുമ്പോഴത്തേക്കും പോവാം. അപ്പൊ വേറെ ആരും പോകാൻ പാടില്ല. ഇത് എത്ര ബ്യൂട്ടി ആയിട്ട് നിങ്ങൾ പറയുന്ന ആ വെറും ബാലിശമായ ആരോപണത്തിന് പോലും ഉത്തരം ഈ ആയത്തിനകത്തുണ്ട്. നിങ്ങൾ മാത്രമേ പോകാവൂ, മറ്റൊരാൾ പോകാൻ പാടില്ല, നിങ്ങളുടെ ഭാര്യമാരാണ്, നിങ്ങളെ പോകാവൂ. മറ്റൊരിടത്ത് നിങ്ങൾ ഇച്ഛിക്കുന്ന രീതിയിൽ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് നമ്മൾ നോക്കുമ്പോൾ ഈ പോസ്റ്ററിനെ കുറിച്ച് പറഞ്ഞെന്ന് നമുക്ക് വിചാരിക്കും. പക്ഷെ ഇന്ന് മോഡേൺ സയൻസിൽ ഉള്ള വലിയൊരു സമസ്യക്കുള്ള ഉത്തരം ഇതിനകത്തുണ്ട്. കാരണം ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ നടക്കുന്ന ഒരു കാര്യമാണിത്. ഇന്ന് ഒരാൾ വന്ന് ഒരു മൗലവി എടുത്ത് ചോദിക്കുകയാണ്, ഇന്നുള്ള IVF മെത്തേഡ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെ എടുത്ത് ഇംപ്ലാന്റ് ചെയ്യാൻ പറ്റുമോ എന്റെ ഭാര്യയുടെ ഗർഭപാത്രത്തിൽ? ഈ കുട്ടികളുണ്ടാകാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് IVF മെത്തേഡിലൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ആ സ്പേം എടുത്ത് ഭാര്യയുടെ ഗർഭപാത്രത്തിൽ ഇടാൻ പറ്റുമോ എന്ന് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിൽ ഇത് പറ്റുമോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരവുണ്ട്. ഇതാണ് ആ ഉത്തരം. ഈ ആയത്താണ് അതിനകത്ത് ക്ലിയർ ആയിട്ട്. നിങ്ങൾ ഇച്ഛിക്കുന്ന വിധം നിങ്ങൾ കൃഷി ചെയ്യാന്നുണ്ട്. നിങ്ങൾ ഏത് രീതിയിലും നിങ്ങൾ ഭാര്യ എടുത്ത് പൊയ്ക്കോളൂ. അത് പോസ്റ്ററിനെ കുറിച്ച് പറഞ്ഞതാണെങ്കിലും ഇന്നത്തെ മോഡേൺ സമസ്യക്ക് ഉത്തരം ഇതിനകത്തുണ്ട്. നിങ്ങൾ IVF മെത്തേഡ് ചെയ്യാം, അല്ലാതെ ഡയറക്റ്റ് ലൈംഗിക ബന്ധം മാത്രമല്ല, ഇന്നുള്ള മോഡേൺ ടെക്നോളജി ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യ എടുത്ത് പോകാം. പക്ഷേ നിങ്ങളുടെ കൃഷിയിടമാണ്, നിങ്ങൾ മാത്രമേ പോകാവൂ. അതിന്റെ അർത്ഥം
ചിലത് വേറെ ആൾക്കാരുടെ അടുത്ത് നിന്ന് ഇടുന്നുണ്ട്. ഈ ഒരു സിനിമയില് മോഹൻലാലിന്റെ ഒരു സിനിമയില് മോഹൻലാലും എന്താണ് രേഖയും തമ്മിലുള്ള ഒരു പടത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. അതിനകത്ത് വാടക ഗർഭപാത്രം, വാടക ഭാര്യ എന്ന് പറഞ്ഞെടുത്തിട്ട് വേറൊരു സ്ത്രീയിൽ ഇംപ്ലാന്റ് ചെയ്ത് വരുന്നുണ്ട്. അതൊക്കെ പലയിടത്തും നടക്കുന്നുണ്ട്. അത് പാടില്ല. നിങ്ങളുടെ കൃഷിയിടമാണ്, നിങ്ങൾ മാത്രമേ പോകാവൂ. നിങ്ങൾ ചെയ്യുന്ന രീതിയിൽ പോകാൻ വേറൊരാൾക്ക് വിടാൻ പറ്റില്ല, വേറൊരാളുടെ ഇടാൻ പറ്റത്തില്ല. അത് നിങ്ങൾ ആ IVF-ന് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പറ്റും, പക്ഷെ അതിനകത്ത് കുഴപ്പമുണ്ടെങ്കിൽ അത് പാടില്ല. വേറൊരാളുടെ കൊണ്ടുവന്ന് നിങ്ങളുടെ ഭാര്യത്ത് ഇടാൻ പാടില്ല എന്ന് വളരെ ധാർമ്മികമായ ഒരു സൊല്യൂഷൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇന്ന് പലരും പല രീതിയിൽ ചെയ്യുന്നുണ്ട്. അതിന് അതിനകത്തുള്ള പ്രശ്നങ്ങളൊക്കെ ആ പടത്തിൽ കാണിക്കുന്നുണ്ട്. ഇമോഷണൽ പ്രശ്നങ്ങളും അതൊക്കെ വരും. അത് ഇന്ന് മോഡേണിൽ മാത്രം വരുന്ന സംഭവമാണത്. അന്നത്തെ കാലത്ത് ഇത് ആരും ഇതിനെക്കുറിച്ച് ചിന്തിക്കത്തില്ല. അതും കൂടെ ഉൾപ്പെടുത്തിയാണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്. അവസാനം ഇത് പറയാം എന്തുകൊണ്ടാണ് കൃഷിയിടം എന്ന് പറഞ്ഞത്. നിങ്ങൾ എത്ര വട്ടം വന്ന് നോക്കുന്നത്, നിങ്ങൾ മാത്രമേ ചെയ്യാവൂ, വേറൊരാളുടെ ചെയ്യാൻ പാടില്ല എന്ന അത്രയ്ക്കും പറയുന്ന ഉദാത്തമായ ഒരു ആയത്തിനെ ഈ ജബ്ബാർ മാഷ് വന്നിട്ട് ഒരു യൂട്യൂബും ഒരു നെറ്റും ഉണ്ടെങ്കിൽ വായി തോന്നുന്ന പറയാന്നുള്ള രീതിയിൽ കൊണ്ടുവന്നിട്ട് ഇത് വിമർശിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഒരുപാട് ഇതിനകത്ത് പറഞ്ഞു. അപ്പൊ അതിനകത്ത് നമുക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും. പിന്നെ ഒരു കാര്യം കൂടെ, ആ സ്ത്രീകളെ മാത്രം അഭിസംബോധന ചെയ്യുന്നു, പുരുഷൻ മാത്രമേ അഭിസംബോധന ചെയ്യുന്നുള്ള ഒരു ചോദ്യം കൂടെ പറഞ്ഞു. അതിന് ഇപ്പൊ റെഫറൻസ് എന്റെ കയ്യിലില്ല. എന്തായാലും ഞാൻ പൊതുവെ പറയാം. ഖുർആന്റെ എല്ലാ കാര്യങ്ങളും, ഈ ഒരു കാര്യം മാത്രമല്ല, നിങ്ങൾ നിസ്കരിക്കുക, നോമ്പ് വെക്കുക, അങ്ങനെ നിങ്ങൾക്ക് സ്വർഗം കിട്ടും, നരകം കിട്ടും പറയുന്ന എല്ലാം പുല്ലിംഗമാണ്. അതായത് പുരുഷനെ അഡ്രസ് ചെയ്തിട്ടാണ് ഖുർആന്റെ സ്റ്റൈൽ തന്നെ ഉള്ളത് മൊത്തത്തിൽ. അപ്പൊ അന്നത്തെ സ്ത്രീകൾ തന്നെ ഒന്ന് ചോദിച്ചു, ഇതെന്താണ് എപ്പോഴും എല്ലാം പുരുഷനോട് ഡയറക്റ്റ് ചെയ്തിട്ടാണല്ലോ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പോഴാണ് ഒരായത്ത് വരും ഖുർആനിനകത്ത്. എല്ലാം പുരുഷനുള്ളതുപോലെ തന്നെ എല്ലാവർക്കും സ്ത്രീകൾക്കുണ്ട്. സത്യവിശ്വാസികളായ പുരുഷനും സത്യവിശ്വാസിയായ സ്ത്രീയും, വിശ്വസിച്ച മോമിനായ സ്ത്രീകളും മോമിനായ സ്ത്രീയും, നിസ്കരിക്കുന്ന സ്ത്രീയും നിസ്കനായ പുരുഷനും എന്ന് പറഞ്ഞ് എല്ലാം സ്ത്രീ പുരുഷൻ അതെല്ലാം നിങ്ങൾക്ക് ഒന്നിച്ചു വരും എന്ന് പറഞ്ഞാൽ ഒറ്റ ആയത്തിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടും എന്നുള്ളത് ഒരായത്തിൽ ചേർത്തു. കാരണം അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് പുരുഷനോട് നിസ്കരിക്കാൻ പറയണം, അടുത്ത ആയത്തിൽ സ്ത്രീലിംഗത്തിൽ പറയണം. അപ്പൊ ഓരോ ആയത്തിലും സ്ത്രീയെയും പുരുഷനെയും അഭിസംബോധന ചെയ്താൽ ഖുർആൻ അങ്ങനെ ഡബിൾ ആയിപ്പോകും. അതില്ലാതിരിക്കാനായിട്ടാണ് പുരുഷനെ അഭിസംബോധന ചെയ്തിട്ട് മൊത്തം ഇതെല്ലാം സ്ത്രീക്കും ആപ്ലിക്കബിൾ ആണെന്നുള്ള മറ്റൊരു ആയത്ത് കൊണ്ടുവന്നിട്ട് ഖുർആൻ അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അത് ലിങ്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം ആ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ജബ്ബാർ മാഷ് ഇതായിട്ട് ചോദിച്ചത്. എന്താണ് കാര്യമായി ഇച്ചിരി അർത്ഥവട്ടമായിട്ട് ചോദിച്ചത്. അതുപോലെ ഈ കേസിൽ പുരുഷന് വന്നാലും കുഴപ്പമില്ല. പക്ഷെ കാരണം പുരുഷന്റെ കാര്യത്തിലാണ് ചോദിച്ചിരിക്കുന്നത് സ്ത്രീ. അതുകൊണ്ടാണ് പുരുഷന്റെ രീതിയിൽ വന്ന് പുരുഷന് ഓർഡറായിട്ട് വന്നേക്കുന്നത്. ഓക്കെ, ഇത് കഴിഞ്ഞു. പിന്നെ ടെക്നിക്കൽ ഗ്ലിച്ചുള്ളതുകൊണ്ട് കൂടുതൽ നീട്ടണ്ട. ഷമീറ ക്ലോസ് ചെയ്യാം. അപ്പം ഇത് നമ്മൾ ഈ ഹാലിളകിയ ജബ്ബാർ മാഷി എന്ന ലൈവ് ഡിസ്കഷനിൽ നടത്തിയ ഡിസ്കഷനായിരുന്നു. ഇതിൽ ചില എറേഴ്സ് സംഭവിച്ചിരുന്നു ആ ലൈവിൽ. അപ്പോൾ അത് റീക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇപ്പോൾ ചെയ്തതാണ്. അപ്പം അതിൽ ചെറിയ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടാണ് ഇപ്പം റീക്രിയേറ്റ് ചെയ്തത്. അപ്പം അതിൻ്റേതായ ചില പ്രശ്നങ്ങൾ കാണാൻ കഴിയും. എന്നാലും ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ കാണുന്നവർ എന്തെങ്കിലും ഇതിലുണ്ടെങ്കിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് അറിയിക്കുക. മറ്റ് വേറെ വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.